മിക്സിയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ദോശയ്ക്കും ഇഡലിക്കുള്ള മാവ് അരച്ചെടുക്കാം എന്നുള്ള വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഗ്രൈൻഡറിൽ ഇഡലി ദോശയ്ക്ക് അരച്ചെടുക്കുന്നത് പോലെ തന്നെ അതേ രുചിയിൽ മിക്സിയിലും വളരെ സോഫ്റ്റ് ആയതും രുചികരമായ ഇഡലി ദോശ മാവ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്നെടുക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂൺ നിറയെ ഉലുവയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നന്നായി കഴുകി വൃത്തിയാക്കി 2-3 വെള്ളം ഞെരടി കഴുകി വൃത്തിയാക്കി എടുക്കാം. ശേഷം ഇത് കുതിരാനായി വെക്കാം. ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. പുറത്താണ് വെക്കുന്നതെങ്കിൽ ഐസ് വാട്ടർ ചേർത്ത് അരച്ചെടുക്കണം. ഉഴുന്ന് അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ അരി അളന്നെടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഒരു പിടി ചോറ് വെക്കുന്ന അരിയുടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റേഷൻ പച്ചരിയാണ് എടുത്തേക്കുന്നത്. രണ്ടും നന്നായി കുതിർന്നതിന് ശേഷം ഉഴുന്ന് ആദ്യം അരച്ചെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ ആദ്യം ഉഴുന്ന് മാത്രം അരച്ചെടുക്കാം. ഒന്ന് അരഞ്ഞു കിട്ടിയതിന് ശേഷം മാത്രം അതിലേക്ക് ഉഴുന്ന് കുതുക്കാൻ വെച്ച വെള്ളമോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ ചേർത്ത് അരച്ചെടുക്കാം. ഉഴുന്ന് മുഴുവനും അരച്ചെടുത്തതിന് ശേഷം അരി ചേർത്ത് കൊടുക്കാം. അരിയും വെള്ളമില്ലാതെ തന്നെ ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ഒരു പിടി ചോറ് കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചെടുത്ത മാവ് നന്നായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായി ഇളക്കി ചേർക്കണം. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇനി ഇത് അടച്ചു വെക്കാം. 6-7 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നന്നായി പുളിച്ചു പൊങ്ങും. ഇപ്പൊ ഇവിടെ ഇഡലി മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും ഒരു ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്ത് ഈ മാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ദോശയോ ഇഡലിയോ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഞങ്ങൾക്കിന്ന് ഇഡലിയാണേ. അപ്പോൾ ഞാനിന്ന് ഇഡലി തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് ആവി കയറ്റി എടുക്കണം. അങ്ങനെ ഇഡലി തയ്യാറായി കഴിഞ്ഞു. ഒട്ടിപ്പിടിക്കാത്ത നല്ല പഞ്ഞി പോലുള്ള ഇഡലി ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം.